മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. ലോകത്തിൽ ഞാനൊരു നിന്നീതയെങ്കിലും, ലോകത്തിൽ ഞാനൊരു നിന്നീതയെങ്കിലും, മേഘത്തിൽ ഞാനൊരു വധുവായി വാഴുമേ, മേഘത്തിൽ ഞാനൊരു വധുവായി വാഴുമേ. എന്നു കാണുമേശുരാജനെ, എന്നു കാണും യേശുരാജനെ. കാലമായി കാലമായി പറന്നു പോകാൻ, കാലമായി 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 പറന്നു പോവാൻ, കാലമായി രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ, രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ. എന്നു കാണും യേശുരാജനെ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 5:27, 28, 29 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 27, 28 and 29. മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. And all the days of Methuselah were 969 years and he died. ലാമെക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. And Lamech lived 182 years and begot a son. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. And he called his name Noah, saying, this same shall comfort us concerning our work and toil of our hands, because of the ground which the Lord hath cursed. സെക്കൻഡ് സെഷനിലേക്ക് മാറി. റിക്വാറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ ഓൺലി ടൈം മോസ്റ്റ് പീപ്പിൾ തിങ്ക് അബൌട്ട് എറ്റർണിറ്റി ഈസ് അറ്റ് ഫ്യൂണറൽസ്, ആൻഡ് ദെൻ ഇറ്റ്സ് ഓഫൻ ഷാലോ sentimental thinking based on ignorance. You may feel it's morbid to think about death, but actually it's unhealthy to live in denial of death and not consider what is inevitable. Only a fool would go through life unprepared for what we all know will eventually happen. You need to think more about eternity, not less. Just as the 9 months you spent in your mother's womb were not an end in themselves, but preparation for life, so this life is preparation for the next. If you have a relationship with God through Jesus, you don't need to fear that it is the door to eternity. തേർഡ് സെഷനിലേക്ക് പോകാം. സദൃശ്യവാക്യങ്ങൾ 5:16, 17, 18. Proverbs chapter 5 words 16, 17 and 18. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? Let thy fountains be dispersed abroad and rivers of waters in the straits. അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. Let them be only thine own and not strangers with thee. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക. Let thy fountain be blessed and rejoice with the wife of thy youth. നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം. This is for children. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള
സെഷനാണ്. ഇസ്രയേൽ ഈജിപ്റ്റ് വിടുന്നു. പുറപ്പാട് 12:37 മുതൽ 42 വരെ. ഇസ്രായേലിയർ ഈജിപ്റ്റ് വിടുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് യാത്ര തുടങ്ങേണ്ടത്. അവർക്ക് ആഹാരം ആവശ്യമാണല്ലോ. പുളിപ്പ് ചേർക്കാത്ത മാവാണ് അവർ കയ്യിലെടുത്തത്. പുളിപ്പ് ചേർക്കാത്തതായതുകൊണ്ട് അത് വേഗം പാചകം ചെയ്യാവുന്നതാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്നായിരുന്നു അതിനെ പറഞ്ഞു വന്നിരുന്നത്. ഇന്നും പുളിപ്പില്ലാത്ത അപ്പമാണ് ഇസ്രായേലിയർ പെസഹ പെരുന്നാളിന് ഉപയോഗിക്കുന്നത്. അവരുടെ പൂർവികർ ഈജിപ്തിൽ നിന്നും യാത്ര തിരിച്ചത് വളരെ തിടുക്കത്തിലായിരുന്നു എന്ന സത്യം ഇത് അവരെ ഓർപ്പിക്കുന്നു. 10 ലക്ഷത്തിലധികം ഇസ്രായേലിയരാണ് ഈജിപ്തിൽ നിന്ന് കാൽനടയായി യാത്ര തിരിച്ചത്. അവരോടുകൂടെ വേറെ അനേകരും ആടുമാടുകളും ഉണ്ടായിരുന്നു. വളരെ ധൃതിയിലായിരുന്നു അവർക്ക് ഈജിപ്ത് വിടേണ്ടി വന്നത്. അതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ ആഹാരം പാചകം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈജിപ്തിൽ നിന്ന് അവർ കൊണ്ടുവന്ന മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം അവർ ഉണ്ടാക്കി. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ 430 സംവത്സരം ജീവിച്ചു. 430-ാം വർഷം അവസാനിച്ച അതേ ദിവസം തന്നെയാണ് യഹോവയുടെ ജനം ഈജിപ്ത് വിട്ടത്. ആ രാത്രിയിൽ യഹോവ അവരെ കാത്തു സൂക്ഷിച്ച് ഈജിപ്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ സംഭവം വർഷം തോറും യഹോവയുടെ മഹത്വത്തിനായി ആഘോഷിച്ചു വരുന്നു. ചെങ്കടൽ കടക്കുന്നു അടുത്തൊരു സമയമാണ്. പുറപ്പാട് 14:5 മുതൽ 31 വരെ. അങ്ങനെ അവരുടെ പുതിയ ഭവനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഈ അത്ഭുത സംഭവം ദൈവകരങ്ങളുടെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നല്ല. ദൈവം അവരോട് കൂടെയുണ്ട് എന്ന് ഇസ്രായേലിയർക്ക് വ്യക്തമാക്കുവാൻ ഈ സംഭവം മതിയായിരുന്നു. ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു എന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടി. രാജാവിൻ്റെയും ഭരണാധികാരികളുടെയും മനസ്സ് മാറി. നാം എന്ത് അബദ്ധമാണ് കാണിച്ചത്? ഇസ്രായേലിയരെ രക്ഷപ്പെടാൻ അനുവദിച്ചു. നമുക്ക് നമ്മുടെ അടിമകളില്ലാതെയായി എന്ന് അവർ പറഞ്ഞു. രാജാവ് പെട്ടെന്ന് തൻ്റെ യുദ്ധരഥവും സൈന്യങ്ങളെയും സജ്ജമാക്കി. എല്ലാവരും അവരവരുടെ രഥങ്ങളുമായി പുറപ്പെട്ടു. ഏറ്റവും മികച്ച 600 പടയാളികൾ പട പുറപ്പെട്ടു. സന്തോഷത്തോടെ ഈജിപ്തിൽ നിന്നും യാത്ര തുടങ്ങിയ ഇസ്രായേലിയരുടെ പിന്നാലെ പോകത്തക്ക വിധം ദൈവം രാജാവിൻ്റെ മനസ്സ് ക്രുദ്ധമാക്കി. കുതിരകളും തേരും തേരാളികളുമായി ഈജിപ്ഷ്യൻ സൈന്യം ഇസ്രായേലിയരുടെ പിന്നാലെ പാഞ്ഞു. അവർ പാളയമടിച്ചിരുന്ന ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് ഇസ്രായേലിയരെ ഈ പടക്കൂട്ടം കണ്ടുമുട്ടി. ഇപ്പോൾ 4 സെഷൻ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.